നമസ്കാരം. സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കോതമംഗലം കീരമ്പാറയിൽ ജനവാസ മേഖലയിൽ കാട്ടാന 4 ആനകളെയും കളപ്പാറ ഭാഗത്തേക്ക് തുരത്തി. തട്ടേക്കാട് ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച്. ഇടുക്കി കാന്തല്ലൂരിൽ റിസോർട്ടിനടുത്ത് കാട്ടാന ഇറങ്ങി. കാസർഗോഡ് ജില്ലയിൽ വീണ്ടും മോഷണം. കവർച്ച. പോലീസ് സ്റ്റേഷൻ പരിസരത്തെ 4 കടകളിൽ. ചാലക്കുടി തിരുമാന്ധാംകുന്ന് ക്ഷേത്രത്തിലും മോഷണം. മലപ്പുറം വളാഞ്ചേരിയിൽ ജ്വല്ലറി കുത്തി തുറന്ന് പണം കവർന്നു. കാസർഗോഡ് സ്കൂളിൽ സാമൂഹ്യ വിരുദ്ധരുടെ അതിക്രമം. വിദ്യാർത്ഥികളുടെ പുസ്തകങ്ങൾ തീയിട്ട് നശിപ്പിച്ചു. അടൂരിൽ കണ്ടക്ടറെ ടിക്കറ്റ് എടുക്കാത്ത യാത്രക്കാരൻ ചീത്ത വിളിച്ചതിന് നടപടി ഉറപ്പാക്കിയെന്ന് മന്ത്രി കെ.പി. ഗണേഷ് കുമാർ. അറസ്റ്റ് ചെയ്യാത്തതിന് പോലീസ് ഉദ്യോഗസ്ഥനെ വിളിച്ച് കർശന വകുപ്പ് ചുമത്തണമെന്നാവശ്യപ്പെട്ടു. അറസ്റ്റ് ചെയ്യാതെ പോലീസ്. വാർത്തകളിലേക്ക് വിശദമായി. കോതമംഗലം കീരമ്പാറയിൽ ജനവാസ മേഖലയിൽ കാട്ടാനകൾ ഇറങ്ങി. പഞ്ചായത്തിലെ പുന്നേക്കാട് ഇന്ന് പുലർച്ചെയാണ് കാട്ടാന ഇറങ്ങിയത്. വ്യാപക കൃഷിനാശമുണ്ടാക്കി. ആനയെത്തിയതിന്റെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചു. 100ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന 2ാം വാർഡായ കൃഷ്ണപുരം കോളനി ഭാഗത്ത് കാട്ടാന എത്തിയതോടെ വലിയ ആശങ്കയിലാണ് പ്രദേശവാസികൾ. കൃഷികൾക്കും വളർത്തുമൃഗങ്ങളുടെ കൂടിനും നാശം വരുത്തി. അതിനിടെ തട്ടേക്കാട് ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് നാട്ടുകാർ പ്രതിഷേധ മാർച്ച് നടത്തി. കീരമ്പാറ ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ആനശല്യം അതിരൂക്ഷമായിട്ട് തന്നെ മുന്നോട്ടേക്ക് പോവുകയാണ്. ഇപ്പൊ ആനകൾ വന്ന് നമുക്കറിയാം ജനവാസ മേഖല. ഇപ്പൊ 2ാം വാർഡ്, ഈ 2ാം വാർഡിൽ അതായത് നിരവധി ആളുകൾ വസിക്കുന്ന മേഖലയിലേക്ക് ആന കടന്നിരിക്കുകയാണ്. പക്ഷെ ഞങ്ങൾ ഇത് പലവട്ടം പറഞ്ഞ് ഞങ്ങൾ മടുത്തു ഇത്. കാരണം ഇതിനകത്ത് വനം വകുപ്പ് യാതൊരുവിധ നടപടി എടുക്കുന്നില്ല. ഇവിടെ അതിന് ഉചിതമായിട്ടുള്ള രാത്രി ആന വാച്ചേഴ്സിനെ അടക്കമുള്ള ആളുകളെ നിയമിക്കുവാൻ ഇവർ തയ്യാറാകുന്നില്ല. അതുപോലെ ട്രഞ്ച് താത്തി ഇതിനൊരു ശാശ്വത പരിഹാരം കണ്ടില്ലെങ്കിൽ ഈ കീരമ്പാറ പഞ്ചായത്ത് വിഭാഗത്തിൽ ഞങ്ങൾ ശക്തമായ സമരമായിട്ട് മുന്നോട്ടേക്ക് പോകും. നമ്മളിവിടെ ആന ഇറങ്ങിയ കാര്യങ്ങളെല്ലാം അവരെ വിളിച്ചു പറയുമ്പോൾ അതൊന്ന് വന്നു നോക്കാനോ അതിനെ ഒന്ന് ഓടിക്കാനോ ഇവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നും യാതൊരു സഹകരണവുമില്ല. ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണുന്നത് വരെ ഈ സമരമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. അല്ലെങ്കിൽ ആ ഫോറസ്റ്റ് ഓഫീസിന് മുമ്പിൽ അനിശ്ചിത കാലത്തേക്ക് കുടിൽ കെട്ടി താമസിക്കുന്ന നിലയിലേക്ക് തന്നെ ഈ സമരം മുന്നോട്ട് പോകും എന്നാണ് ഞങ്ങൾക്ക് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. ഇടുക്കി കാന്തല്ലൂരിൽ റിസോർട്ടുകൾക്ക് സമീപം കാട്ടാന ഇറങ്ങി. ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനകൾ വിനോദസഞ്ചാരികൾക്ക് നേരെ പാഞ്ഞെടുത്തതായി നാട്ടുകാർ പറഞ്ഞു. റിസോർട്ട് ജീവനക്കാരും നാട്ടുകാരും ചേർന്ന് ആനകളെ വനമേഖലയിലേക്ക് തുരത്തി. വിനോദസഞ്ചാരികളെ ഭയപ്പെടുത്തി ഇന്നലെ വൈകിട്ടാണ് കാന്തല്ലൂരിൽ റിസോർട്ടിന് സമീപം കാട്ടാന ഇറങ്ങിയത്. റിസോർട്ടിനോടനുബന്ധിച്ചുള്ള കൃഷിഭൂമിയിലേക്ക് ഇറങ്ങിയ കാട്ടാനകൾ സഞ്ചാരികൾക്ക് നേരെ പാഞ്ഞെടുത്തു. മേഖലയിൽ നിരവധി കർഷകരുടെ ആപ്പിൾ അടക്കമുള്ള കൃഷികളും നശിപ്പിച്ചു. നിലവിൽ ആപ്പിൾ വിളവെടുപ്പ് കാലമായതിനാൽ വൻ നഷ്ടമാണ് നേരിട്ടിരിക്കുന്നത്. ജനവാസ മേഖലയിൽ കാട്ടാനകൾ ഇറങ്ങിയ വിവരം വനം വകുപ്പിനെ അറിയിച്ചിട്ടും നടപടി സ്വീകരിച്ചില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ആനയുടെ ശല്യം കാരണം നമുക്ക് ജീവിക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടായിട്ട് ഇരിക്കുവാണ്. നമ്മളിപ്പോൾ ഒരു ചബർജലിൻ്റെ വച്ച് പിടിപ്പിക്കാൻ തന്നെ 10 വർഷം കായ്ക്കാൻ സമയം പിടിക്കും. അത് ഈ തൈ ഇങ്ങനെ ഓടിച്ച് നശിച്ചേക്കുക. അതേപോലെ ആപ്പിളിൻ്റെ കുറേ നശിപ്പിച്ചേക്കുക. ഞങ്ങൾ സോളാറിൻ്റെ മതിലിട്ടിട്ടും സോളാർ ഫെൻസിങ്ങൊക്കെ തകർത്തിട്ടാണ് ഇത് വരുന്നത്. ഇതിന് ഫോറസ്റ്റുകാരെ ഇതിന് ഒരു നോക്കുന്നില്ല ഒന്നുമില്ല. ഏതാനും നാളുകളായി കാന്തല്ലൂരിൽ പതിവായി കാട്ടാനകൾ ഇറങ്ങുന്നുണ്ട്. ഇത് കാർഷിക മേഖലയ്ക്കും പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. കൃഷി നശിക്കുന്നതിനോടൊപ്പം കാർഷിക ജോലിക്കായി ഇറങ്ങാൻ പോലും സാധിക്കാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. ന്യൂസ് 18 ഇടുക്കി.
ഗുരുവായൂർ ആനക്കോട്ടയിൽ ദേവസ്വം ആനകൾക്കായുള്ള സുഖചികിത്സ ആരംഭിച്ചു. 30 ദിവസം നീണ്ടു നിൽക്കുന്ന സുഖചികിത്സയ്ക്ക് 11 ലക്ഷം രൂപയാണ് ദേവസ്വം ചെലവഴിക്കുന്നത്. ആനകളുടെ ആരോഗ്യ പരിപാലനത്തിന് വർഷം തോറും സുഖചികിത്സ നടത്താറുണ്ട്. തീരസംരക്ഷണത്തിന് മണൽ ഭിത്തി നിർമ്മിച്ച് ലക്ഷങ്ങൾ പാഴാക്കി കാസർഗോഡ് വലിയപറമ്പ ഗ്രാമപഞ്ചായത്ത്. തൊഴിലുറപ്പ് പദ്ധതിയിൽ 5 ലക്ഷത്തോളം രൂപ ചെലവഴിച്ച പദ്ധതിയാണ് ശക്തമായ തിരയിൽ നശിക്കുന്നത്. കടൽ തിരമാലകളെ ചെറുക്കാനാണ് വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് അധികൃതർ മണൽ ഭിത്തി നിർമ്മിച്ചത്. കയർ ഭൂവസ്ത്രം ഉപയോഗിച്ച് മണൽ ഭിത്തി ബലപ്പെടുത്തി. വലിയ തിരമാലകൾ അടിച്ചു കയറിയതോടെ ഭിത്തി മാത്രം ബാക്കിയാകുന്ന സ്ഥിതിയാണ്. ഇതും വരും ദിവസങ്ങളിൽ കടലെടുക്കും. കാലവർഷം ശക്തി പ്രാപിച്ച് കടലാക്രമണം രൂക്ഷമാകുന്ന സാഹചര്യത്തിലാണ് ഈ ദുരവസ്ഥ വന്നത്. പഞ്ചായത്ത് 9-ാം വാർഡിലാണ് പരീക്ഷണ പദ്ധതി നടപ്പാക്കിയത്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ 909 തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിച്ചാണ് കടലോരത്തെ മണൽ ഭിത്തി നിർമ്മിച്ചത്. 4,98,911 രൂപ ചെലവഴിച്ച പദ്ധതിക്ക് 6 മാസമേ നിലനിൽപ്പുണ്ടായുള്ളൂ. 3 ലക്ഷത്തിൽ പരം രൂപ തൊഴിലാളികൾക്ക് വേതനമായി നൽകിയപ്പോൾ 2 ലക്ഷത്തോളം രൂപ കയർ ഭൂവസ്ത്രം വാങ്ങുന്നതിനാണ് ചെലവഴിച്ചത്. തീരശോഷണം തടയാൻ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വലിയ പദ്ധതികളാണ് വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തിൽ നടത്തുന്നത്. ന്യൂസ് 18 കാസർഗോഡ്. കോഴിക്കോട് ദേശീയപാതയിൽ മുക്കാളിയിൽ മണ്ണിടിച്ചിൽ. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി മണ്ണെടുത്ത് കോൺക്രീറ്റ് ചെയ്ത ഭാഗമാണ് ഇടിഞ്ഞു താഴ്ന്നത്. വാഹനങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു സംഭവം. വാഹനങ്ങൾ അപകടത്തിൽപ്പെടാതെ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. രാവിലെ 8 മണിയോടെയാണ് കോൺക്രീറ്റ് ചെയ്ത ഭാഗം റോഡിലേക്ക് പതിച്ചത്. മണ്ണിടിച്ചിലിനെ തുടർന്ന് ദേശീയപാതയിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാണ്. മണ്ണിടിഞ്ഞു വീണ ഭാഗങ്ങളിൽ വീണ്ടും അപകടത്തിന് സാധ്യതയുണ്ട്. കഴിഞ്ഞ കാലവർഷത്തിൽ ഈ ഭാഗം തകർന്നു വീണതിനെ തുടർന്ന് റവന്യൂ അധികൃതർ സ്ഥലം സന്ദർശിച്ച് സംരക്ഷണ ഭിത്തി ഒരുക്കണമെന്ന് ദേശീയപാത അതോറിറ്റിയോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതേ തുടർന്ന് കഴിഞ്ഞ മാസമാണ് കോൺക്രീറ്റ് ചെയ്ത ഈ ഭാഗം ഉറപ്പിച്ചു നിർത്തിയത്. കണ്ടക്ടർക്ക് നേരെയുള്ള യാത്രക്കാരന്റെ അക്രമത്തിൽ കണ്ടക്ടർക്ക് പിന്തുണയുമായി മന്ത്രി KB ഗണേഷ് കുമാർ. യാത്രക്കാരനെതിരെ KSRTC നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി ഉറപ്പു നൽകിയതായി കണ്ടക്ടർ മനീഷ് പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് KSRTC അടൂർ ഡിപ്പോയിലെ കണ്ടക്ടർ മനീഷിനെ യാത്രക്കാരൻ അസഭ്യം പറഞ്ഞത്, കയ്യേറ്റം ചെയ്യുകയും ചെയ്തത്. ടിക്കറ്റ് എടുക്കാത്തത് ചോദ്യം ചെയ്തതിനായിരുന്നു കാർ യാത്രക്കാരന്റെ അസഭ്യവർഷം. കായംകുളത്ത് നിന്ന് അടൂരിലുള്ള അവസാന ബസ്സിലായിരുന്നു കയ്യേറ്റം. നമ്മളെ മിനിയാന്ന് രാത്രിയല്ല സാറേ, കായംകുളത്ത് നിന്ന് നമ്മളെ ലാസ്റ്റ് ട്രിപ്പാ വണ്ടിയുടെ. ലാസ്റ്റ് ട്രിപ്പ് ഇങ്ങോട്ട് വന്നപ്പോ പുള്ളി ഞാൻ മറ്റേ കറ്റാനൊക്കെ കഴിഞ്ഞ് നോക്കിയപ്പോ ഒരു ടിക്കറ്റ് കുറവുണ്ട്, ഒരാൾ ടിക്കറ്റ് എടുക്കാനുണ്ട് വണ്ടിയില്. നമ്മള് കാൽക്കുലേഷൻ നോക്കിയപ്പോ ഞാൻ ടിക്കറ്റ് എടുക്കാനുണ്ടെന്ന് ഒത്തിരി വട്ടം ചോദിച്ചിട്ട് ആരും മൈൻഡ്. അപ്പൊ പിന്നെ എല്ലാരും ടിക്കറ്റ് വാങ്ങിച്ചു നോക്കി. പുള്ളിയോട് ചോദിച്ചപ്പോ പുള്ളി ടിക്കറ്റ് ഇല്ലെന്ന് പറഞ്ഞു. പുള്ളി ഗണേഷ് കുമാർ സാറിന്റെ PA കൊടുത്തു വിടാന്ന് പറഞ്ഞു, ടിക്കറ്റ് എടുക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ ടിക്കറ്റ് ഇല്ലാതെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ഞാൻ 1-2 വട്ടം ചോദിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള യാത്രക്കാർ കയറി ഇടപെട്ട് ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞു. പുള്ളിയൊരു യാത്രക്കാരനെ മർദ്ദിച്ചതിനകത്ത് ഞാൻ പിടിച്ചു മാറ്റിയിട്ട് ഞാൻ എന്റെ സീറ്റിൽ പോയിരുന്നിട്ടുള്ള സംഭവമാണ് ആ വീഡിയോയില്. പുള്ളി എന്നെ അസഭ്യം പറയുമായിരുന്നു, ഒരു പ്രഭാവനം ഇല്ലാതെ. മന്ത്രി കാര്യത്തിൽ ഇടപെട്ടുണ്ടെങ്കിൽ മനീഷിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നാ പറയാ, ശരിയാണോ? അത് അങ്ങനെ വല്ല അറിഞ്ഞോ? അതെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു നേരിട്ട്. മിനിസ്റ്റർ നേരിട്ട് വിളിച്ചതോ? അതെ. പിന്നെ ഈ കേസ് വല്ലതും കൊടുത്തിരുന്നോ അതോ? പരാതി കൊടുത്തിട്ടുണ്ട്, അടൂർ സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട്. കാസർഗോഡ് ടൗൺ പോലീസ് സ്റ്റേഷന് സമീപത്തെ കടകളിൽ കവർച്ച. 4 കടകളിൽ നിന്നുമായി പണവും ഇലക്ട്രോണിക് ഉപകരണങ്ങളും കവർച്ച ചെയ്തു. സെൻട്രൽ ലോക്ക് ഇല്ലാത്ത ഷട്ടറുകളുള്ള കടകളിലാണ് കവർച്ച നടന്നത്. മോഷണത്തിന്റെ CCTV ദൃശ്യം ന്യൂസ് 18 ലഭിച്ചു. മോഷണം നടത്തിയ മൂവർ സംഘം ടൗൺ പോലീസ് സ്റ്റേഷൻ ഭാഗത്തേക്ക് പോകുന്നതും CCTVയിലുണ്ട്. സ്റ്റേഷനുകളിൽ ആവശ്യത്തിന് പോലീസുകാർ ഇല്ലാത്തതിനാൽ രാത്രികാല പട്രോളിംഗ് നിലച്ച അവസ്ഥയിലാണ്. തൃശൂർ ചാലക്കുടി കൂടപ്പുഴ തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ മോഷണം. 1 ലക്ഷത്തോളം രൂപ വിലമതിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയി. രാവിലെ 5:30 ക്ഷേത്രം മേൽശാന്തി ക്ഷേത്രത്തിലെത്തിയപ്പോഴാണ് മോഷണം നടന്ന വിവരം അറിയുന്നത്.
ക്ഷേത്രത്തിന്റെ ഓട് പൊളിച്ചാണ് മോഷണം നടത്തിയിരുന്നത്. ശ്രീകോവിലിന്റെ 2 പൂട്ട് തകർത്ത ശേഷമാണ് മോഷ്ടാവ് അകത്ത് കടന്നിരിക്കുന്നത്. മരതകക്കല്ലിന്റെ പതക്കവും മാലയും സ്ഥിരമായി ഉപയോഗിക്കുന്ന പട്ടും താലിയുമാണ് മോഷണം പോയത്. ചാലക്കുടി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം നടത്തി. മലപ്പുറം വളാഞ്ചേരി പട്ടാമ്പി റോഡിൽ ജ്വല്ലറിയിൽ മോഷണം. സെല്ല ഗോൾഡ് ആൻഡ് സിൽവറിലാണ് മോഷണം നടന്നത്. 5000 രൂപയും ലാപ്ടോപ്പും മോഷണം പോയി. ജ്വല്ലറിയുടെ ചുവര് കുത്തിത്തുറന്നാണ് മോഷ്ടാവ് അകത്ത് കയറിയതെന്നാണ് വിവരം. ജ്വല്ലറിയിൽ സ്ഥാപിച്ചിരുന്ന CCTVയും മോഷ്ടാവ് നശിപ്പിച്ചിട്ടുണ്ട്. വളാഞ്ചേരി പോലീസ് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു. കാസർഗോഡ് ബോവിക്കാനം AUP സ്കൂൾ പ്രീ പ്രൈമറി വിഭാഗത്തിൽ സാമൂഹ്യ വിരുദ്ധരുടെ അതിക്രമം. കുട്ടികളുടെ പുസ്തകങ്ങൾ തീയിട്ട് നശിപ്പിച്ചു. രാവിലെ അധ്യാപകർ സ്കൂളിൽ എത്തിയപ്പോഴാണ് തീയിട്ടത് ശ്രദ്ധയിൽപ്പെട്ടത്. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ജനൽ വഴി തീയിട്ടതെന്നാണ് പ്രാഥമിക നിഗമനം. ക്ലാസ് മുറിയിൽ ഉണ്ടായിരുന്ന മുഴുവൻ പുസ്തകങ്ങളും ശുചീകരണത്തിനായി സൂക്ഷിച്ചിരുന്നു. വസ്തുക്കളും പൂർണ്ണമായും കത്തിനശിച്ചു. തീ ആളിക്കത്താത്തതിനാൽ കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ ഉണ്ടായില്ല. നേരത്തെയും വേനൽ അവധിക്കാലത്ത് സ്കൂളിന് നേരെ സാമൂഹ്യ വിരുദ്ധരുടെ അതിക്രമം ഉണ്ടായിരുന്നു. വാതിൽ തകർത്താണ് അന്ന് അതിക്രമം നടത്തിയത്. ഗുരുവായൂർ ഇരിങ്ങപ്പുറത്ത് 5 വീടുകൾ കത്തിനശിച്ചു. അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് താമസിക്കാനായി ഓല ഷെഡ് കെട്ടി വാടകയ്ക്ക് നൽകിയ കുടിലുകളാണ് കത്തിനശിച്ചത്. ആളുകൾ ജോലിക്ക് പോയ സമയത്തായിരുന്നു അപകടം. വീട്ടുപകരണങ്ങളും കത്തിനശിച്ചു. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. മതിലിനുള്ളിൽ കുടുങ്ങിയ തെരുവ് നായയെ യുവാക്കൾ ചേർന്ന് മതിൽ പൊളിച്ച് രക്ഷപ്പെടുത്തി. ചങ്ങരംകുളം ചീയന്നൂറാണ് സംഭവം. നായയുടെ കരച്ചിൽ കേട്ടെത്തിയ പ്രദേശത്തെ യുവാക്കളാണ് തെരുവ് നായയ്ക്ക് രക്ഷകരായത്. റോഡിനോട് ചേർന്ന് നിർമ്മാണ പ്രവൃത്തി നടക്കുന്ന അങ്കണവാടിയുടെ ചുറ്റും മതിലിടിഞ്ഞാണ് തെരുവ് നായ കുടുങ്ങിയത്. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് ആദ്യമായി വാർഡ് തല പാലിയേറ്റീവ് കെയർ പദ്ധതിക്ക് തുടക്കം. പത്തനംതിട്ട പ്രമാടം പഞ്ചായത്തിലെ 5ാം വാർഡിലാണ് പദ്ധതിക്ക് തുടക്കമായത്. ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. പത്തനംതിട്ട പ്രമാടം ഗ്രാമപഞ്ചായത്തിലെ 5ാം വാർഡായ ഇളകൊള്ളൂരിലാണ് പദ്ധതിക്ക് തുടക്കമായത്. വീൽചെയർ, വാക്കർ, എയർ വാട്ടർ ബെഡുകൾ തുടങ്ങി കിടപ്പ് രോഗികൾക്ക് ആവശ്യമുള്ള ഉപകരണങ്ങൾ, വീടുകളിലെത്തി പരിചരണം, നിർധന രോഗികൾക്ക് സൗജന്യ ആംബുലൻസ് സർവീസ്, ADS ചികിത്സാ സഹായ നിധിയായ കരുതലിൽ നിന്ന് അടിയന്തര ചികിത്സാ സഹായം എന്നിവയാണ് പദ്ധതിയിലൂടെ ലഭിക്കുന്ന സേവനങ്ങൾ. പത്തനംതിട്ട ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ അടുത്തൊരു ചുവടിലേക്ക് പോകുന്നു എന്നുള്ളറിഞ്ഞത് വളരെ വളരെ സന്തോഷമുണ്ട്. ഈ ഒരു സംരംഭം ഇതിപ്പോൾ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്, കുടുംബശ്രീയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു വാർഡ് തലത്തിൽ ഇങ്ങനെ ഒരു പാലിയേറ്റീവ് കെയർ എന്ന ഒരു ആരംഭിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും ഇത് ബാക്കിയുള്ള എല്ലാവർക്കും മോഡലാവട്ടെ. നമുക്ക് ബാക്കിയുള്ള വാർഡുകൾക്കും ഇത് അനുകരിക്കാൻ സാധിക്കട്ടെ. വാർഡ് മെമ്പർ MK മനോജ് അധ്യക്ഷനായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് N നവനീത് വോളണ്ടിയർമാർക്കുള്ള തിരിച്ചറിയൽ കാർഡുകൾ വിതരണം ചെയ്തു. കുടുംബശ്രീ DMC ആദില S, പഞ്ചായത്ത് അംഗങ്ങളായ നിഖിൽ ചെറിയാൻ, കുഞ്ഞന്നമ്മ, ആനന്ദവല്ലിയമ്മ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് 18 പത്തനംതിട്ട. മ്യൂസിക്കൽ റൊമാൻറ്റിക് ഷോർട്ട് ഫിലിം ഇനിയൊരു മഞ്ഞുകാലം റിലീസ് ചെയ്തു. ലോട്ടസ് ഐ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ അരവിന്ദാൽ സംവിധാനം ചെയ്യുന്ന ഷോർട്ട് ഫിലിമിൽ അരവിന്ദ് ലാലും ദിവ്യ ഹരിദാസുമാണ് മുഖ്യവേഷത്തിൽ അഭിനയിക്കുന്നത്. സൗഹൃദവും പ്രണയവുമാണ് ചിത്രത്തിന്റെ പ്രമേയം. ആനന്ദൻ SN എഴുതിയ ഗാനങ്ങൾക്ക് ശ്രീരാജ് ശരണാണ് ഈണം പകർന്നത്. ആലപിച്ചിരിക്കുന്നത് അരവിന്ദ് വേണുഗോപാലും ഗൗതമി കൗറും. ഐശ്വര്യ, ഉമേഷ്, നിഖിൽ, രഞ്ജിത്ത്, അഭിരാമി തുടങ്ങിയവരും ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കുന്നുണ്ട്.
എറണാകുളം കോതമംഗലം കവളങ്ങാട് സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ നേര്യമംഗലത്ത് പുഷ്പകൃഷി ആരംഭിച്ചു. ഓണത്തിന് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വലിയ പണം മുടക്കി പൂക്കൾ വാങ്ങുന്ന സാഹചര്യത്തിലാണ് ബാങ്ക് ഇത്തരം ഒരു ആശയവുമായി മുന്നോട്ട് വന്നത്. തൈ നടീൽ ഉദ്ഘാടനം ആന്റണി ജോൺ MLA നിർവഹിച്ചു. ബാങ്ക് പ്രസിഡന്റ് യാസർ മുഹമ്മദ് അധ്യക്ഷനായി. കോർട്ട് ഫീസ് വർധനയ്ക്കെതിരെ കായംകുളം കോർട്ട് കോംപ്ലക്സിന് മുന്നിൽ ബാർ അസോസിയേഷൻ മുൻ പ്രസിഡന്റും സോഷ്യൽ ഫോറം പ്രസിഡന്റുമായ O. ഹാരിസ് നിൽപ്പ് സമരം നടത്തി. ഭീമമായ തുക കോർട്ട് ഫീസ് ഇനത്തിൽ സാധാരണക്കാർക്ക് കൊടുക്കേണ്ടി വരുന്നു എന്നാണ് ആരോപണം. കുടുംബ കോടതി കേസുകൾക്കും ചെക്ക് കേസുകൾക്കും സിവിൽ കേസുകൾക്കും തിരിച്ചടിയാകുന്ന തരത്തിലുള്ള ഫീസ് വർധന പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച അഭിഭാഷകരായ A. ഷാജഹാൻ, KG അജിത് കുമാർ തുടങ്ങി നിരവധി അഭിഭാഷകർ സമരത്തിൽ പങ്കെടുത്തു. തുടർന്ന് ധനമന്ത്രിക്ക് ഇമെയിൽ മെമ്മോറാണ്ടവും അയച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് മുക്കം സബ് ട്രഷറിക്ക് മുന്നിൽ ധർണ നടത്തി. പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കുക, ക്ഷമാശ്വാസം ഗഡു അനുവദിക്കുക, കുടിശ്ശികകൾ ഉടൻ വിതരണം ചെയ്യുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. തിരുവമ്പാടി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ സമരം NK അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്തു. പൊതുമേഖലയിലെ കോഴിക്കോട് സ്റ്റീൽ കോംപ്ലക്സ് ഏറ്റെടുത്ത സ്വകാര്യ കമ്പനിക്കെതിരെ നാട്ടുകാരുടെ സമരം തുടരുന്നു. കമ്പനി പ്രതിനിധികളായോ റിസീവറെയോ സ്ഥാപനത്തിലേക്ക് കടന്നുവരാൻ അനുവദിക്കില്ലെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു. സ്ഥാപന പ്രതിനിധികളുടെ പ്രവേശനം തടയരുതെന്ന് യൂണിയൻ നേതാക്കൾക്ക് ഹൈക്കോടതി നിർദ്ദേശമുള്ളതിനാൽ തൊഴിലാളി നേതാക്കൾ സമരത്തിന് എത്തിയില്ല. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റിന് 6,600 രൂപ, പവന് 52,800 രൂപ. സ്വർണം 18 ക്യാരറ്റിന് ഗ്രാമിന് 5,510, പവന് 44,080 രൂപ. വെള്ളി ഗ്രാമിന് 93, കിലോയ്ക്ക് 93,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സകലമാന കേരളം പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ